ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞങ്ങളിവിടെ ഓക്കെയാണ്. പിന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ചീനച്ചട്ടിയിൽ ആദ്യം തന്നെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇന്നൊരു നൊസ്റ്റാൾജിക്കായ ഒരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സൈഡ് ഡിഷ്. അതും കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഇഡലിക്ക് എപ്പോഴും ചട്നി, സാമ്പാർ, ചട്നി തന്നെ നമുക്ക് പലതരം ഉണ്ടല്ലേ, വെള്ള ചട്നി, ചുവന്ന ചട്നി, സാമ്പാർ. അതല്ലാതെ ഒരു ഇഡലിക്കും ദോശക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു പൊടി, സമ്മന്തിപ്പൊടി, അതും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതും വളരെ സിമ്പിളായി പണ്ട് കാലങ്ങളിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സമ്മന്തിപ്പൊടി. അതിന് ഞങ്ങൾ അങ്ങനെയാ ചേർക്കാറ്, ഞങ്ങൾ ഇങ്ങനെയാ ചേർക്കാറെന്നെല്ലാം പലരും പറയും. പക്ഷേ ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന, അത് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ആ ഒരു വ്യത്യാസമില്ലാതെ ആണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെനിക്ക് നൊസ്റ്റാൾജിക്കാണെന്ന് പറയാൻ കാരണം എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളും എനിക്കിതിലുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഇത്. ഇഡ്ഡലി കൊണ്ടുവച്ച് ചട്നിയും കൊടുത്ത അമ്മയോട് ചോദിക്കും, ഇല്ലേ നമ്മളെ സമ്മന്തിപ്പൊടി എവിടെയെന്ന്. അതുകൊണ്ട് എൻ്റെ ഒരു നൊസ്റ്റാൾജിക്കായി ഐറ്റമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങളാണ്. ഇത് പഴയ ടൈപ്പിലുള്ളതാണ്, ഒരു പുതിയ സാധനങ്ങൾ ഒന്നും ഇതിലില്ല. അരി ഞാനെല്ലാം 200 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അരി, 200 ഗ്രാം നമ്മളെ സാധാരണ കടല, 200 ഗ്രാം ഉഴുന്ന് പരിപ്പ്. ഇത് മൂന്നും നന്നായി കഴുകി ഉണക്കി എടുത്തു വെച്ചാണ്. പിന്നെ കുരുമുളകും പിന്നെ മുളകും, ഇത് എരിവിന് വേണ്ടിയിട്ടുള്ളതാണ്. കുരുമുളക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര എരിവ് വേണം, ഇത് രണ്ടും നിങ്ങളുടെ ഇഷ്ടപ്രകാരം. ഞാൻ ഇത്ര ഒരു കോങ്ങയാണ് കുരുമുളക് എടുത്തിരിക്കുന്നത്. മുളക് ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് നമ്മളെ വീട്ടു സാധനങ്ങൾ വെച്ച് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ സംഗതിയെ പറ്റി പറയുമ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സുമാർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതെല്ലാം നിലക്കടലെല്ലാം വെച്ച്. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഇതെൻ്റെ അമ്മ കുട്ടിക്കാലത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു സമ്മന്തിപ്പൊടി. അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ എനിക്കൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഡിഷുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇത് കത്തിച്ച്, ഏറ്റവും ആദ്യം ഇതിൽ കൂടുതൽ വറവ് വേണ്ടത് കടലക്കാണ്. അതുകൊണ്ട് നമ്മൾ കടലയാണ് ആദ്യം തന്നെ വറക്കുക. കടല നന്നായി വറുത്ത് പൊട്ടാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ പിന്നെ അരി ചേർക്കുകയുള്ളൂ. അരിയും ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഉഴുന്ന്, കാരണം ഉഴുന്ന് പെട്ടെന്ന് വറന്നു വരുന്നൊരു സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് കടലയെ വറുത്തെടുക്കാം. കടല ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടും, അതാണ് ഇതിൻ്റെ പാകം. അത് നോക്കിയാൽ മതി എല്ലാവരും. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇത് കഴിക്കുക എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് പൊടിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഡബ്ബയിലെ മൂടി വെക്കുക. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണ ചാലിച്ച് വിരളം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ദോശക്കും ഇഡലിക്കെല്ലാം കഴിച്ചു നോക്കിയത്. വൈറ്റ് ചട്നീൻ്റെ കൂടെയും ചുവന്ന ചട്നീൻ്റെ കൂടെയും എല്ലാം നന്നായി പോകുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് ഇത്. പിന്നെ ഈ ഉണ്ടാക്കി വെച്ച പൊടിക്ക് വേറൊരു സംഗതിയും കൂടി ചെയ്യാനുണ്ട്. എന്താണെന്നറിയോ, ഇതിനെ നമ്മൾ മുട്ട ഇതുണ്ടാക്കില്ലേ, ബുൾസൈ ഉണ്ടാക്കില്ലേ, അപ്പോൾ ഉപ്പും കുരുമുളകും ഒക്കെ ഇടും. പക്ഷെ അതിനെല്ലാം പകരം ഈ പൊടി കുറച്ച് ചാലിച്ച് നോക്കിയേ, ബുൾസൈയുടെ മുകളിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊക്കെയാണ് കുട്ടിക്കാലത്തുള്ള ഓർമ്മകളാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ് ഇതെല്ലാം. അതെല്ലാം ഒറിജിനൽ സാധനങ്ങൾ. ആ സമയത്ത് വീട്ടിലുള്ളതിനെ കൊണ്ടല്ലേ അവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് നന്നായി ഒന്ന് വറന്നു വരട്ടെ. കടല പൊട്ടും, അതാണ് ഇതിൻ്റെ പാകം. ഇത് കുറച്ച് സമയം പിടിക്കും കടല ആയി വരാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം തീരെ തൊടാൻ പാടില്ല. അതുകൊണ്ട് ഉപ്പ് പോലും നമ്മൾ അവസാനം ഒന്ന് വറുത്തിട്ടാണ് ഇടുക. ഇവിടെ പൊട്ടി ചില കടലകൾ കണ്ടില്ലേ, ഇതാ പൊട്ടി തോല് വന്നിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടില്ല, അങ്ങനെ കടല ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പം നമുക്കിനി അരി ഇടാം. അരി ഒരു ഇളം ചുവപ്പ് കളറാവും. ആ സമയം നമുക്ക് ഉഴുന്നിടാം. നല്ല സ്മെല്ലാണ് വരുന്നത് കടലയുടെ. കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഈ ഇളക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ. ഇടക്കിടക്ക് സിം താത്തി ചിലപ്പോൾ സിം കൂട്ടി, നിങ്ങളെ ഒരു സൗകര്യത്തിന്, അതായത് നമുക്ക് മനസ്സിലാവുമല്ലോ, എല്ലാ സൈഡിലും ഒരുപോലെ ആവണ്ടേ.
കരിഞ്ഞ മണം വരുന്ന പോലെ തോന്നിയാൽ പെട്ടെന്ന് സിം കുറക്കുക. ഇളം ബ്രൗൺ കളറായി വരുന്നുണ്ട് അരി. അരി പിന്നെ എല്ലാവരും ഉണ്ടക്കെല്ലാം വേണ്ടി ഇല്ലേ, അരി ഉണ്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമല്ലോ, അതേപോലെ വേണം. ഇത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിതിവിടെ ഒന്ന് നിങ്ങളുടെ മുന്നിലും കൂടെ ചെയ്യാൻ വിചാരിച്ചത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. വലിയ ആൾക്കാരെല്ലാം പൊടിയിഡലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സ്റ്റേറ്റിലും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. പക്ഷേങ്കിൽ അതൊക്കെ വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർ കറിവേപ്പിലയും അതൊന്നും ഇതൊന്നുമില്ല. ഇത് പണ്ട് കാലത്ത് സാധാരണ പൊടി കൂട്ടി നമ്മളെല്ലാം പണ്ട് എവിടെയും പോകുന്ന സമയത്ത് ഇലയിൽ ഇഡലിയൊക്കെ കഴിക്കാൻ വേണ്ടി വഴിക്കുന്ന കഴിക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടുപോകും. ഈ പൊടി എന്തായാലും വെക്കും. കാരണം ചട്നി എല്ലാം ചീത്തയാവുമല്ലോ, തേങ്ങയുടെ എല്ലാ സാധനവും ചീത്തയാവും. പക്ഷേ ഈ പൊടി കുറച്ച് എണ്ണയും കൂടെ എടുക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, നമ്മളെല്ലാം നെയ്യാണ് ചേർക്കുവാണ് അവസാനം കഴിക്കുന്ന സമയത്ത് പൊടിയിൽ. പക്ഷേ നമ്മളെല്ലാം വീട്ടിൽ നല്ല വെളിച്ചെണ്ണ തന്നെയായിരുന്നു ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ചേർത്തിട്ട് കമൻറ്റ് ചെയ്യണം ഏതിലാണ് ടേസ്റ്റ് കൂടുതൽ, വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് കഴിക്കുന്നതോ അത് ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അതെങ്ങനെയാണ് കഴിക്കേണ്ടത്. അതൊന്നും എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ അരിയും ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി അരക്കിയാൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് എന്ത് ചേർക്കണം? ഉഴുന്ന് പരിപ്പ്. ഇത് ഉഴുന്ന് പരിപ്പിന് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് അധികം സമയമെടുക്കില്ല, പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ ചെറിയ ചൂടിൽ വെച്ച് ഇളക്കിയാൽ മതി. ഈ രണ്ടിൻ്റെയും ചൂടിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കടലേൻ്റെയും അരിയുടെ. അപ്പോൾ ഉഴുന്ന് പരിപ്പ് പെട്ടെന്ന് തന്നെ പറഞ്ഞു വരും. ഇത് പൊടിച്ച് വെച്ച ഇതിപ്പം നമുക്കൊരു 1-1.5 മാസം പോകും. ഞാൻ കുറച്ച് സിമ്മിൽ വെച്ചു, കാരണം കടലയുടെയും ഇതിൻ്റെയും അരിയുടെയും ചൂടും ഉണ്ടല്ലോ. ഇത് 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി. തെറിച്ചു പോകുന്ന കടലേനെല്ലാം ഞാൻ പിന്നെ പിടിക്കും. 1-2 കടലയെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഉള്ളിൽ പോയിട്ടുണ്ട്. അവരെല്ലാം ഞാൻ മടക്കി കൊണ്ടുവരുന്നതാണ്. ഇത് നമുക്ക് നന്നായി തണുത്തതിന് ശേഷമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പൊടിക്കുമ്പോൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം കുറച്ച് തരിതരിയായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. വെറും പൗഡർ പോലെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കുറയും. കാണുമ്പോൾ എല്ലാം പൊടിഞ്ഞ് കഴിയണം താനും. പക്ഷെങ്കിൽ കുറച്ചൊരു നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ നാവിൽ തൊടുമ്പോൾ ഒരു തരിതരില്ല, അത് മാത്രം. അധികം ഇതുണ്ടാവാൻ പാടില്ല, കരള ഉണ്ടാവാൻ പാടില്ല. കരള കുറച്ചുണ്ടാവണം താനും. അങ്ങനെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുരുമുളകും മുളകും ഒരുമിച്ചിടാം. ഈ മുളകിനും അറിയാലോ, അതിൻ്റെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് അത്രേ ചൂടാവുന്നുള്ളൂ. ഇതൊരു 2-3 മിനിറ്റ് ഇളക്കിയെടുക്കാം. രണ്ട് 3 മിനിറ്റ് കൊണ്ട് തന്നെ മുളക് കണ്ടില്ലേ, മുളകും ഈ ചൂട് തട്ടി പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചേർത്തത് അരി, ഏറ്റവും ആദ്യം കടല നല്ല പൊട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ തോല് ചിലത് തെറിച്ച് വരും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ആയിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ അരി ഇടുക.
അരിയും കുറച്ച് സമയം പിടിക്കും, കടലയെ പോലെ തന്നെ. അത് കഴിഞ്ഞ ഉടനെ ഉഴുന്ന് പരിപ്പിട്ടിട്ട് അധിക സമയം ഒന്നും ഇളക്കണ്ട. കാരണം കടലയുടെയും അരിയുടെയും ചൂടും ഉണ്ടാവും, അതിന് ചീനച്ചട്ടിൻ്റെ ചൂടും എല്ലാം കൊണ്ട് ശരിയായി. പിന്നെ ഇതാ കുരുമുളകും ഒരു 5-6 കായ് മുളകും, ഇതെല്ലാം വല്ലാറ് എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതിയേ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്ന് വെച്ചാൽ ഇത്ര വേണ്ടല്ലോ മുളക്. ഇനി നമുക്ക് കുറച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഉപ്പും ചേർക്കാം. കാരണം ഇത് ഉപ്പിലെയും വെള്ളം പോകണം, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണ്, കുറഞ്ഞു പോയാൽ കുറച്ച് വിഷമമാണ്. കാരണം അത് പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പൊടിച്ചിട്ടിടാൻ പറ്റും. ഇതിട്ടിട്ട് കുറച്ച് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുക. അതിൻ്റെ വെള്ളം ഒന്ന് പോകണം. ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇത് നന്നായി തണുക്കണം, എന്നിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഒന്ന് തണുക്കട്ടെ. അങ്ങനെ നന്നായി തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് മിക്സിയിൽ ഇടാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാറിന് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കി വെക്കും. തീരുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും. ഇത് അരച്ചെടുക്കാം. നല്ലൊരു ഇഡ്ഡലിയുടെ മണമാണ് വരുന്നത്. കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നല്ല പൗഡർ മാതിരി, പക്ഷെ കുറച്ച് ഇതുണ്ടാവും. അത് കുഴപ്പമില്ല, അങ്ങനെ വേണം, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല നമ്മൾ കഴിക്കുന്നതിന്. ഇതാണ് അതിൻ്റെ പരുവം. ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഇതാ എനിക്ക് ഇത്രയും പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനെല്ലാം 200 ഗ്രാമാണ് എടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഇത്ര പൊടി വന്നത്. ഇത് ഞങ്ങളിപ്പോൾ നന്നായിട്ട് ഡബ്ബയിലിട്ട് സൂക്ഷിക്കും. അങ്ങനെ നമ്മളെ പൊടി റെഡിയായി. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇത്ര എടുത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് അതിനെ നന്നായി ഇളക്കുക. ഇപ്പോൾ കളർ മാറി വരും, ഒരു ബ്രൗൺ കളറായി മാറും. കണ്ടില്ല? എന്നിട്ട് നമ്മുടെ ഇഡലി കൂട്ടി കഴിക്കാം അല്ലേ? അങ്ങനെ നമ്മുടെ സമ്മന്തിപ്പൊടി, നൊസ്റ്റാൾജിയായ സമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇഡലിയും ഞാനിന്ന് വെള്ള ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കൂട്ടി എല്ലാവരും ഒന്നിത് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരിക്കലും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നു കരുതുന്നു. അടുത്ത ഒരു ഡിഷുമായി വരുന്നത് വരെ ബൈ.